ഹരി ഓം നമഃ ശിവായ. ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം, സ്വാഗതം. ഇന്നത്തെ നിങ്ങൾക്കായി ഞാൻ കാഴ്ചവെക്കുന്ന അറിവ്, സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് എപ്പോഴും നമ്മൾ ചികഞ്ഞു നോക്കേണ്ട ഒരു വസ്തുതയുണ്ട്. നമുക്ക് മുൻപേ മരിച്ചുപോയ പിതൃക്കൾ മോക്ഷപ്പെടാതെ നിൽക്കുന്നുണ്ടാവും. ഇന്ന് ഒട്ടുമിക്ക ആൾക്കാരോടും നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ പ്രേത സാന്നിധ്യം ഉണ്ടല്ലോ എന്ന് കാണുമ്പോൾ, എൻ്റെ അച്ഛന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ പിതൃക്കൾക്ക് വേണ്ടി, എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ശ്രാദ്ധബലി ഞാൻ ഊട്ടുന്നുണ്ടല്ലോ, എല്ലാ വർഷത്തിലുള്ള 4 ബലികളും ഞാൻ മുടക്കാതെ ചെയ്യുന്നുണ്ടല്ലോ എന്നാണ്. പക്ഷെ അതുകൊണ്ട് പോരാ. മരിച്ച ദിവസം തൊട്ട് അടുത്ത വർഷത്തിന് ശേഷം 6ാമത്തെ പ്രാണനായ ആ പ്രാണനെ ആവാഹിച്ച്, ദേവാംശമായിട്ടുള്ള ആ പ്രാണനെ ആവാഹിച്ച് തിലകഹവനം സായുജ്യ പൂജ ചെയ്ത് ഭാഗവതത്തിലെ 9ാമത്തെ അധ്യായം ചൊല്ലിക്കേൾപ്പിച്ച് ആ അകത്ത് വെച്ച് ചെയ്തിരിക്കുന്ന ആ മഹാസുദർശന പത്മത്തിലേക്ക് തന്നെ പ്രേതങ്ങളെ മോക്ഷഗതി വരുത്തണം. എന്നിട്ടാണ് നമ്മൾ ശ്രാദ്ധബലിയും കർക്കിടക ബലിയും കുംഭമാസത്തിലെ ബലിയും തുലാമാസത്തിലെ ബലിയൊക്കെ നമ്മൾ ഇടേണ്ടത്. ചിലർ പറയാ, ജീവിച്ചിരിക്കൽ അച്ഛനമ്മേനെ നോക്കി, ഇനി മരിച്ചിട്ട് നോക്കണ്ട. അപ്പം അവരോടൊക്കെ നാം ചോദിക്കുന്ന ചോദ്യം, എന്നിട്ട് എന്താ നിങ്ങൾ ഇത്രയും ദുരിതത്തിൽ വന്ന് സ്വന്തം മക്കളുടെ വിവാഹം കഴിയാൻ ബുദ്ധിമുട്ടാവുക, വിവാഹം കഴിഞ്ഞാൽ തന്നെ ഡിവോഴ്സായി വന്നു നിൽക്കുക. അപ്പോഴൊക്കെ അവർക്ക് വിശ്വാസമായി. നമ്മൾ ഭാരതത്തിലെ ഓരോ ചിന്താഗതിയും ഓരോ ആചാര്യൻ്റെ കൺസെപ്റ്റിൽ നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ടും വരുത്തില്ല. ഇതൊക്കെ ഒരു ഔട്ട് ഓഫ് ഫാഷൻ പോലെയാണ് എല്ലാവർക്കും. ബലിയിടൽ അതൊന്നും വേണ്ടാത്ത കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. ദുരിതം വരുമ്പോൾ വീണ്ടും വരും. അപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെടേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ടാവും. അതവരുടെ യോഗമാണ്. അത് നമുക്ക് യോഗം അങ്ങനെ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിൽ നമ്മൾക്ക് ആ നേരത്ത് ഇത് വിശ്വസിക്കില്ല. നമുക്ക് അതനുഭവിക്കാൻ യോഗമില്ല എന്നുണ്ടെങ്കിൽ നമ്മളതൊക്കെ വിശ്വസിച്ച് നമ്മൾ എന്നും എന്തിനാ കുളിക്കുന്നത്, അതേപോലെ തന്നെ അതാത് കാലത്തിലെ ദോഷങ്ങളെ നമ്മൾ വേർപാട് ചെയ്ത് മുന്നോട്ട് പോകും. ഇന്ന് ഞാൻ അത്തരത്തിലുള്ള കടക്കെണികൾ വന്ന് കിടക്കുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ടുന്ന ഒരു ക്രിയയാണ്. എൻ്റെ ഓരോ എപ്പിസോഡും കണക്ഷനാണ്. അല്ലാതെ പിതൃക്കൾക്ക് ഒരു ബലി, അത് വേറൊരു തീമല്ല. നമ്മുടെ നിത്യജീവിതത്തിൽ ആചരിക്കേണ്ടുന്ന ഒരു ക്രിയകളാണ് ഞാൻ എൻ്റെ ഈ എപ്പിസോഡിലൊക്കെ ഞാൻ ചെയ്യണത്. ഇതിക്ക് മുന്നത്തെ എപ്പിസോഡിൽ ഞാൻ പറയേണ്ടായി, കറുത്തവാവിന് ശിവക്ഷേത്രത്തിൽ പശുവിൻ്റെ പാല് കൊണ്ട് ധാര നടത്തി വീട്ടിൽ വന്നിട്ട് പിതൃക്കൾക്ക് ചെയ്യുന്ന ക്രിയകളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ചില ആൾക്കാർക്ക് അതിലും മാറ്റങ്ങളില്ല എന്ന് പറയുന്നവർക്ക് ഞാൻ വീണ്ടും പറഞ്ഞു കൊടുക്കുന്ന, എൻ്റെ അടുക്കൽ വരുന്ന ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കുന്ന ക്രിയകളാണ് ഞാൻ ഈ എപ്പിസോഡിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ, 21 തലമുറയ്ക്ക് ഇപ്പുറത്തുള്ള പിതൃക്കൾ മോക്ഷപ്പെടാതെ കിടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു താന്ത്രിക ക്രിയയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്.
അതിനെന്ത് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം അതികാലത്ത് എഴുന്നേറ്റ് ഒരു 5 മണിക്കെങ്കിലും എഴുന്നേറ്റ് കുളികുറി ജപാദികളെല്ലാം കഴിഞ്ഞ് സന്ധ്യാവന്ദനങ്ങൾ, അതായത് നമ്മുടെ മുൻപേ മരിച്ചുപോയ പിതൃക്കൾക്ക് ദർഭയിലേക്ക് തർപ്പണം ചെയ്തിട്ട് വിളക്കൊക്കെ കൊളുത്തിയതിന് ശേഷം ഉപാസനാമൂർത്തിക്ക് പഞ്ചാലങ്കാരം പൂജിച്ചതിന് ശേഷം ചെയ്യേണ്ടുന്ന ഒരു ക്രിയ. ഇത് എല്ലാ വാവിനും ചെയ്യണമെന്നില്ല, വർഷത്തിൽ ഒരു തവണയെങ്കിലും ചെയ്താൽ മതി. ഞാനൊക്കെ ഇത് എല്ലാ മാസവും ചെയ്യുന്നുണ്ട്. എത്രയോ ചെയ്തു അത്രയും നല്ലതാണ്. കറുത്ത വാവിനാണ് ഈ പറഞ്ഞു തരാൻ പോകുന്ന ക്രിയ ചെയ്യേണ്ടത്. അതിന് വേണ്ടുന്ന കാര്യങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ 10 നാക്കില എടുക്കണം. തൂശനില എന്ന് പറയും. അത് അധികം വലിപ്പം വേണ്ട, വെട്ടി കത്രിക കൊണ്ട് വെട്ടി ചെറുതാക്കി 10 തൂശനില എടുക്കണം. ഒരു ഗ്ലാസ് അരി നമ്മൾ ഒരു പകുതി വേവിലായിട്ട് എടുക്കണം. കുറച്ച് എള്ള് വേണം, ഒരു ചെറുപഴം വേണം, കുറച്ച് തേനോ അല്ലെങ്കിൽ ശർക്കരയോ വേണം. ഇത്രയേ നമുക്ക് ഈ കർമ്മത്തിന് വേണ്ടുന്നുള്ളൂ. നമ്മളുടെ കടങ്ങൾ വീടുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ ആചരിക്കാതിരുന്നതിൻ്റെ ഫലം തന്നെയാണ് നമ്മളും അനുഭവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ വിപ്ലവത്തിൻ്റെ കാലങ്ങൾ വന്നു, എല്ലാവർക്കും നാശങ്ങളും വന്നു. എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കലാണ് നമ്മുടെ ലക്ഷ്യമെന്നുള്ള ചിന്താഗതികൾ വന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഇത്തരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കാൻ കാരണം. ചിലർക്ക് കുറേ പൈസ ഉണ്ടാക്കണം. പൈസ ഉണ്ടായി കഴിഞ്ഞാലോ അവരുടെ മക്കളെ കുറിച്ചോ അല്ലെങ്കിൽ സമാധികളെ കുറിച്ചൊക്കെ കരയേണ്ടതായിട്ട് വരിക. ചിലർക്ക് പൈസ ഇല്ലാതാവുക. ഒരു സ്ഥായി ആയിട്ടുള്ള ഒരു ജീവിതം വരുന്നില്ല, സ്വസ്ഥത സമാധാനമില്ല. അതിൻ്റെ കാരണം നമുക്ക് മുൻപേ മരിച്ചുപോയ പിതൃക്കൾ മോക്ഷപ്പെട്ടിട്ടില്ല. അതിന് ദർഭയിലൊക്കെ നമ്മൾ കർമ്മം ചെയ്യണത് 7 തലമുറയ്ക്ക് ഇപ്പുറമുള്ള പിതൃക്കൾക്കാണ് ആ ബലി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്ന കർമ്മം 21 തലമുറയ്ക്ക് ഇപ്പുറത്തുള്ള സകല പിതൃക്കളും മോക്ഷപ്പെടുത്തുന്ന കർമ്മം. ഡെഫിനറ്റായിട്ട് ഞാൻ പറയണു, നിങ്ങളുടെ സാമ്പത്തിക ബന്ധനം വിട്ടുപോയിരിക്കും. മാതാപിതാ ഗുരുർ ദൈവസ്വ. മാതാവ് എന്ന് പറയുന്ന സ്ഥാനത്താണ് പിതൃക്കൾ, പിതാവ് എന്ന് പറയുന്ന സ്ഥാനത്താണ് കുടുംബക്ഷേത്രം, ഗുരു എന്ന് പറയുന്ന സ്ഥാനത്ത് ഗുരുനാഥൻ തന്നെ. അത് കഴിഞ്ഞിട്ട് ഈശ്വരന് സ്ഥാനമുള്ളൂ. ഹിന്ദു സമൂഹം ഗുരുവിനെ വന്ദിക്കുന്ന സ്വഭാവം ഇല്ല. അത് കള്ളസ്വാമി, അത് കള്ളസ്വാമിനി എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവരാ ഭൂരിഭാഗം. അപ്പോൾ ഞാൻ ഇന്ന് പറഞ്ഞിരുന്ന കാര്യത്തിലേക്ക് കടക്കാം. 10 തൂശനിലെടുത്ത് ചെറുതാക്കി നമ്മുടെ ഈ കയ്യിലെ വലിപ്പത്തിലാക്കി ചുരുക്കി വെട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കണം. കിണ്ടി എടുക്കണം, അല്ലെങ്കിൽ ഗ്ലാസ്സോ എന്തായാലും മതി. അതിൽ ചന്ദനം, അക്ഷതം എന്ന് പറഞ്ഞാൽ നെല്ലും മരിയും ഇട്ടതാണ് അക്ഷതം. കൂടാതെ തുളസിയില ഇട്ടിട്ട് പുണ്യാഹം എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മുൻ എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിൽ പുണ്യാഹം ഉണ്ടാക്കിയതിന് ശേഷം ആ നിലം ചാണം മെഴുകുകയാണെങ്കിൽ ചാണം മെഴുകാം, അതല്ലെങ്കിൽ വെറുതെ വെള്ളമൊഴിച്ചൊന്ന് തളിച്ച് ശുദ്ധിയാക്കാം. മണ്ണിലാണെങ്കിൽ തെക്ക് വശത്താണ് ചെയ്യേണ്ടത്. ഫ്ലാറ്റിലാണെങ്കിൽ ആ തെക്ക് വശത്തെ റൂമുകളൊക്കെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ
വർക്ക് ഏരിയ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് തിരഞ്ഞെടുക്കാം. നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരുന്ന് വെള്ളം തെളിക്കണം, ശുദ്ധിയാക്കണം. അതിനുശേഷം തെക്ക് വശത്ത് തെക്കോട്ട് നാക്ക് വരത്തക്ക രീതിയിൽ ഒരു ഇല വയ്ക്കണം. അതിൻ്റെ താഴെ മറ്റൊരു ഇല വയ്ക്കണം. അതിന് താഴെ നമ്മളുടെ കാലിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഇരിക്കണം, കാലിൻ്റെ അടുത്തായിട്ട് ഒരേ ഇടണം. അങ്ങനെ 3 ഇല നിരത്തി വയ്ക്കണം. ആദ്യം വെച്ച ഇലയ്ക്ക് തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ ആദ്യം വെച്ച ഇല തെക്ക് വശത്തുള്ള ഇലയായിരിക്കും. മധ്യഭാഗത്ത് ഒരു ഇല വെച്ചു, പിന്നെ നമ്മളുടെ കാലിൻ്റെ ഭാഗത്തായിട്ട് അങ്ങനെ 3 ഇല വെച്ചു. ആദ്യം വെച്ച ഇലയ്ക്ക് വലത്ത് വശത്ത് വീണ്ടും 3 ഇല വെച്ചു. അതിനുശേഷം ആ രണ്ടാമത് വെച്ച 3 ഇലയ്ക്ക് വലതുവശത്ത് വീണ്ടും 4 ഇല വെച്ചു. ഇതാണ് അതിൻ്റെ ക്രമം. അതിനുശേഷം ദർഭയെടുത്ത് പവിത്രം കെട്ടണം. 10 ദർഭ കെട്ടണം. 3 ദർഭയെടുത്ത് പവിത്രം കെട്ടണം. നീളത്തിൽ 10 പവിത്രം കെട്ടിവെക്കണം. ഒരു ചെറിയ പവിത്രമെടുത്ത് നമ്മുടെ കയ്യിൽ ധരിക്കണം, മോതിര വിരലിൽ ധരിക്കണം. ശേഷം ഈ 10 ഇലകളിലും തീർത്ഥം തെളിച്ച് ശുദ്ധിയാക്കിയതിന് ശേഷം ഒന്നാമത്തെ കൂർച്ചം കെട്ടിയ ദർഭ എടുക്കണം. പവിത്രം കെട്ടിയ ഒന്നാമത്തെ ദർഭ എടുത്ത് ശിവഭഗവാനെ പ്രാർത്ഥിക്കണം. നമ്മുടെ തല 3 പ്രാവശ്യം കൂട്ടിപ്പിടിച്ചു കഴിഞ്ഞ് ഒന്നാമത് വെച്ച ഇലയിൽ തെക്കോട്ട് തല തിരിച്ചു വയ്ക്കണം. രണ്ടാമത്തെ ദർഭ എടുക്കണം. ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ച് തല 3 തവണ ഒഴിഞ്ഞ് രണ്ടാമത് വെച്ച നടുക്കിലെ ഇലയിൽ വയ്ക്കണം. മൂന്നാമത്തെ ദർഭ എടുത്ത് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് 3 തവണ ഒഴിഞ്ഞ് മഹാവിഷ്ണു ഈ ദർഭയിലേക്ക് ദേവന്മാരെല്ലാം വരണമെന്ന് സങ്കല്പിച്ച് ഒഴിഞ്ഞ് മൂന്നാമത് വെച്ച ഇലയിൽ വയ്ക്കണം. അതിനുശേഷം രണ്ടാമത്തെ വരിയിൽ വെച്ച ആദ്യത്തെ ഇല, അതായത് 4ാമത്തെ ഇലയിൽ, രണ്ടാമത്തെ വരിയിൽ വെച്ച ആദ്യത്തെ ഇലയിൽ 4ാമത് വെച്ച കൂർച്ചമെടുത്ത് തല ഒഴിയണം. വിശ്വദേവന്മാരെ സങ്കല്പിച്ച് 3 പ്രാവശ്യം തല ഒഴിഞ്ഞ് 4ാമത് വെച്ച ഇലയിൽ വയ്ക്കണം. ശേഷം 5ാമത്തെ കൂർച്ചമെടുത്ത് 21 തലമുറയ്ക്ക് ഇപ്പുറത്തുള്ള പിതൃക്കളെ പ്രാർത്ഥിച്ച് തല ഒഴിഞ്ഞ് വയ്ക്കണം. ശേഷം 6ാമത് വെച്ച കൂർച്ചം എടുത്ത് രണ്ടാമത്തെ വരിയിൽ വെച്ച 3ാമത്തെ ഇലയിൽ വയ്ക്കണം. അതായത് ആകെ എണ്ണുമ്പോൾ 6ാമത്തെ ഇലയായി വരും. അതിൽ വയ്ക്കണം. വസുരുദ്രാക്കന്മാർ സങ്കല്പിച്ച് വയ്ക്കണം. വസുരുദ്രാക്കന്മാർക്ക് ഈ കൂർച്ചത്തിലേക്ക് വരണം എന്ന് സങ്കല്പിച്ച് തല ഒഴിഞ്ഞു വയ്ക്കണം. ശേഷം 3ാമത്തെ വരിയിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ ഇലയിലേക്ക് കൂർച്ചം കയ്യിലെടുത്ത് 3 തവണ ഒഴിഞ്ഞ് പ്രപിതാമഹൻ എന്ന സങ്കല്പത്തിൽ 3 തവണ ഒഴിഞ്ഞ് പ്രപിതാമഹൻ എന്ന സങ്കല്പത്തിൽ 3ാമത്തെ വരിയിൽ വെച്ചിട്ടുള്ള ആദ്യത്തെ ഇലയിൽ, അതായത് 7ാമത്തെ ഇലയിൽ വയ്ക്കണം. എട്ടാമത്തെ ദർഭ എടുത്ത് കൂർച്ചം കിട്ടിയ ദർഭ എടുത്ത്
കൈകൂപ്പി പിടിച്ച് നടുക്ക് കൂർച്ച കൈ പിടിച്ചുകൊണ്ട് സകല പിതാമഹന്മാരും ഈ ദർബയിലേക്ക് ആകർഷ എന്ന സങ്കല്പത്തിൽ വരണമെന്ന സങ്കല്പത്തിൽ ഒഴിഞ്ഞ് വെക്കണം. വീണ്ടും 9ാമത്തെ ദർബ എടുക്കണം. കൂർച്ചം കെട്ടിയ ദർബ, പവിത്രം കെട്ടിയ ദർബ എടുത്ത് പിതു എന്ന സങ്കല്പത്തിൽ ഒഴിയണം. നമ്മുടെ അച്ഛൻ മരിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ, അമ്മ അടുത്ത് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരൊക്കെ ഒന്ന് മനസ്സുകൊണ്ട് സ്മരിച്ച് ഒഴിയണം. ഇതിലേക്ക് വരണമെന്ന് സങ്കല്പിച്ച് വയ്ക്കണം. അപ്പോൾ 3 വരി 3 ഇല വെച്ചിട്ടുണ്ട് നമ്മൾ. 9 ഇലയിൽ കൂർച്ചമായി. 3ാമത്തെ വരിയിൽ മാത്രം 4 ഇല വരുന്നുണ്ട്. ആ ഇലയിൽ 3ാമത്തെ വരിയിൽ 3ാമത്തെ ഇലയുടെ താഴെ ഒരു ഇല കൊണ്ട് വരുന്നുണ്ട്. അതിൽ ജ്ഞാത അജ്ഞാത 21 തലമുറയ്ക്ക് ഇപ്പുറത്ത് മരിച്ചു പോയിട്ടുള്ള അഖില പിതൃക്കളും ബാലമൃതികളാണെങ്കിലും ജ്ഞാത അജ്ഞാത പിതൃക്കളും ഇതിലേക്ക് സാന്നിധ്യപ്പെടണം എന്ന് സങ്കല്പിച്ച് ദർബയിൽ വയ്ക്കണം. ഇങ്ങനെ 10 ഇലയിൽ 10 കൂർച്ചം വെച്ചു. ശേഷം ഒരു ഉരുള എടുത്ത് ആദ്യം വെച്ച ഇലയിൽ മഹാവിഷ്ണുവിന് ഒരു ഉരുള വയ്ക്കുക. അതിനുശേഷം വീണ്ടും ഒരു ഉരുള വയ്ക്കുക. ആ ഒരു ഇലയിൽ 3 ഉരുള വയ്ക്കണം. എള്ളൊന്നും വെക്കേണ്ട, ശർക്കര ചിരണ്ടിയിട്ടത് മാത്രം, അല്ലെങ്കിൽ തേൻ ഒഴിച്ചത് മാത്രം. രണ്ടാമത് വെച്ച ഇലയിൽ ഒരു ഉരുള വയ്ക്കുക. അത് ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു വയ്ക്കണം. അതിൽ എള്ള് വേണ്ട, പഴം തേനും മാത്രമേ വേണ്ടൂ. ഒരു ഉരുള മാത്രം മതി ബ്രഹ്മദേവന്. ആദ്യത്തെ വരിയിൽ 3ാമത്തെ ഇലയിൽ മഹാവിഷ്ണുവിന് പ്രാർത്ഥിച്ചു വെച്ച ഇലയിൽ ആദ്യത്തെ ഉരുള, അതിൽ എള്ള് വേണ്ട, ചോറ്, പഴം, ശർക്കര അല്ലെങ്കിൽ തേൻ, ഇങ്ങനെ വിഭവങ്ങൾ മാത്രം മതി. അതിലും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് 3 ഉരുള വയ്ക്കണം. ശേഷം വലത്തുവശത്ത് വെച്ച 2ാമത്തെ വരിയിൽ ആദ്യത്തെ വരിയിൽ വെച്ചിട്ടുള്ള ആ ഇലയിൽ വിശ്വദേവന്മാർ എന്ന സങ്കല്പത്തിൽ ആ ഒരു ഉരുള വെച്ച് അതിൽ എള്ളും ചേർക്കണം. ഈ ആദ്യം വെച്ച ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക് മാത്രം എള്ള് വേണ്ട, ബാക്കിയുള്ള ഇലയിലൊക്കെ എള്ള് ചേർക്കണം. വിശ്വദേവന്മാർക്ക് എന്ന സങ്കല്പത്തിൽ ഒരു ഉരുള കൊടുക്കണം. അതിനുശേഷം രണ്ടാമത്തെ വരിയിൽ 2ാമത്തെ ഇലയിൽ അടുത്ത ഉരുള. ഇത് ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കും വേണം. ഓരോ ഉരുള വയ്ക്കുമ്പോഴും കൈ നനയ്ക്കണം. ആ 4ാമത്തെ ഇലയിൽ ഒരു ഉരുള വേണ്ടു. അടുത്തത് അഖില പിതൃക്കളെ 2ാമത്തെ വരിയിൽ 2ാമത്തെ ഇലയിൽ, അതായത് 5ാമത്തെ ഇലയിൽ ഒരു ഉരുളയെടുത്ത് 21 തലമുറയ്ക്ക് ഇപ്പുറത്ത് മൃതിയായിട്ടുള്ള മോക്ഷം കിട്ടാതെ കിടക്കുന്ന പിതൃക്കളും മോക്ഷയ എന്ന് സങ്കല്പിച്ച് തള്ളവിരലിനും ചൂണ്ടുവിരലിനും ഇടയിലൂടെ വയ്ക്കണം. ശേഷം കൈ നനയ്ക്കുക. അടുത്ത ഇലയിൽ 2ാമത്തെ വരിയിൽ 3ാമത്തെ ഇല, ഒരു ഉരുളിയെടുത്ത് വസുരുദ്രാക്കന്മാർ സങ്കല്പത്തിൽ ഞാനൊരു അന്നം കൊടുന്നു സങ്കല്പിച്ച് വസുരുദ്രാക്കന്മാർക്കെന്ന് സങ്കല്പിച്ച് ഒരു ഉരുള വയ്ക്കണം. ആ ഇലയിൽ 2 ഉരുള വയ്ക്കണം.
ഒന്നാമത്തെ വരിയിൽ 3 ഉരുള വെച്ചു ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്ക്. രണ്ടാമത്തെ വരിയിൽ 3 ഇല വെച്ചു. അതിൽ ഒന്നാമത്തെ ഇലയിൽ വിശ്വദേവന്മാർ, രണ്ടാമത്തെ ഇലയിൽ 21 തലമുറയ്ക്ക് പെട്ട എല്ലാ പിതൃക്കളും, മൂന്നാമത്തെ ഇലയിൽ വസുരുദ്രാക്കന്മാർ. അതിൽ 2 ഉരുള വയ്ക്കണം. ഇടയ്ക്കിടയ്ക്ക് കൈ നനയ്ക്കണം. ഓരോ ഉരുള കഴിയുമ്പോഴും കൈ നനയ്ക്കണം. ശേഷം മൂന്നാമത്തെ വരിയിലേക്ക് കിടക്കുക. ആദ്യത്തെ ഇലയിൽ പ്രപിതാമഹൻ എന്ന് സങ്കല്പിച്ച് ഒരു ഉരുള വയ്ക്കണം, കൈ നനയ്ക്കുക. രണ്ടാമത്തെ ഇലയിൽ പിതാമഹൻ എന്ന അപ്പൂപ്പൻ അമ്മൂം അങ്ങനെയുള്ള അതിൽ സങ്കല്പിച്ച് ഒരു ഉരുള വയ്ക്കുക. മൂന്നാമത്തെ ഇലയിൽ നമ്മുടെ തൊട്ടടുത്ത് മരിച്ചു പോയിട്ടുള്ള ആൾക്കാരെയൊക്കെ സങ്കല്പിക്കുക. അച്ഛനമ്മയൊക്കെ മരിച്ചു പോയിട്ടില്ല, അവരെ പിതൂല് സങ്കല്പിക്കുക. മൂന്നാമത്തെ തതിയിൽ 4ാമതൊരു ഇല വരുന്നുണ്ട്. അതാണ് 21 തലമുറയ്ക്കുള്ളിൽ ജ്ഞാതജ്ഞാതമായ സമസ്ത പിതൃക്കളും, സ്ഥലസംബന്ധമാവാം, സുഹൃത്ത് ബന്ധങ്ങളാവാം, ഗുരുപ്രേതങ്ങളാവാം, ഇങ്ങനെയുള്ള എല്ലാ പിതൃക്കളെയും സങ്കല്പിച്ച് അതിൽ ഒരു ഉരുള കൊടുക്കണം, കൈ നനയ്ക്കുക. ജലഗന്ധ ധൂപം പൂജിക്കുക. ജലഗന്ധ പുഷ്പ ധൂപദീപം കാണിക്കുക. ശേഷം ഓരോ ഉരുളയ്ക്കും ഒരു വസ്ത്രം കൊടുക്കുന്നു എന്ന് സങ്കല്പിച്ച് ഒരു നൂലിൻ്റെ ചെറിയൊരു കഷ്ണം എല്ലാ ഉരുളയ്ക്കും മേലെ വയ്ക്കണം. ശേഷം 3 വെറ്റില, ഒരു അടയ്ക്ക, ഒരു കോയിനും കൂട്ടി ഈ വച്ചിട്ടുള്ള ഈ 10 ബലിയുടെ നടുക്ക് വയ്ക്കണം. നിങ്ങൾക്ക് ഒരു താമ്പൂലം സമർപ്പിക്കുന്നു എന്ന് സങ്കല്പിച്ച് ഈ 1 രൂപ കർമ്മത്തിന് ശേഷം ശിവക്ഷേത്രത്തിലോ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിലോ കൊടുത്ത് യഥാശക്തി വഴിപാട് ചെയ്യണം. അപ്പം നമ്മളൊരു വസ്ത്രം കൊടുത്തു, ഒരു താമ്പൂലം കൊടുത്തു, എഴുന്നേറ്റ് കൈ കൊട്ടി 3 കൈ കൊട്ടി പിന്നിലേക്ക് മാറി നിൽക്കണം. കാക്ക എടുക്കും, എന്തായാലും എടുത്തിരിക്കും. ആ കാക്ക എടുത്ത് ഒരു കൊത്തെങ്കിലും കൊത്തിയാൽ മതി. എല്ലാം ചിലപ്പോൾ കടിച്ചു എന്ന് വരില്ല. കാക്ക ഇനി എടുത്താലും എടുത്തില്ലെങ്കിലും ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ അതെല്ലാം അതിൻ്റെ അടുത്ത് ചെന്ന് 2 കൈയിലും അക്ഷതം പിടിക്കുക. അതായത് അരി, നെല്ല്, പൂവൊക്കെ കൂട്ടിപ്പിടിച്ച് നന്നായിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ 21 തലമുറയ്ക്ക് പെട്ടിട്ടുള്ള സമസ്ത പിതൃക്കളും ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരോടൊപ്പം സ്വർഗത്തിലേക്ക് ഉദ്ദേശയാമി എന്ന് സങ്കല്പിച്ച് പറഞ്ഞയക്കുന്നു എന്ന് സങ്കല്പിച്ച് 2 കൈയിലും അരിയും പൂവെടുത്ത് കറക്കുക. ക്ഷമസ്വ 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 ഓം ഉദ്ദേശയാമി എന്ന് സങ്കല്പിച്ച് 2 കൈയും കൂട്ടി ആകാശത്തേക്ക് എറിയണം. നമ്മുടെ മോക്ഷപ്പെടാതെ കിടക്കുന്ന സമസ്ത പിതൃക്കളും സ്വർഗ്ഗലോകത്തിലേക്ക് എത്തി വിശ്വദേവന്മാരോടൊപ്പം, മഹാവിഷ്ണുവാണെങ്കിലും മഹാവിഷ്ണു ലയിച്ചു, അല്ലെങ്കിൽ ശിവഭക്തന്മാരാണെങ്കിൽ ശിവനിലേക്ക് ലയിച്ചു എന്ന സങ്കല്പത്തിലായിരിക്കണം 3 പ്രാവശ്യം ഒഴിഞ്ഞ് ആകാശത്തേക്ക് എറിയേണ്ടത്. ഇത് വർഷത്തിൽ 1 തവണ എങ്കിലും നിങ്ങൾ ചെയ്യണം. ഞാൻ പറയണു, എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്നിട്ടുള്ള ഓരോ അറിവുകളും പല തവണ മോക്ഷപ്പെടുത്തി പൂജകൾ ചെയ്തിട്ടും ഫലം കിട്ടാത്ത ആൾക്കാരെ കൊണ്ട് ഞാൻ ചെയ്യിച്ചിട്ടുള്ള ഈ കർമ്മങ്ങൾക്ക് ശേഷം അവർക്ക് വലിയ മാറ്റങ്ങൾ വരുന്നു. അവരെ കടങ്ങൾ വീടിയിട്ടുണ്ട്, അവർക്ക് ധനം വരുന്നതിൻ്റെ സോഴ്സൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇത് എനിക്ക് എൻ്റെ ഗുരുക്കന്മാരുടെ ഗുരുപാദ പൂജ സേവ ചെയ്തതിൻ്റെ ഫലമായി എനിക്ക് കിട്ടിയ ഈ അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ്. ഈ അറിവ് നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരുന്ന ആ സ്നേഹം നിങ്ങൾക്ക് തിരിച്ചറിയുന്നുവെങ്കിൽ, ആ സ്നേഹം നിങ്ങൾ തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. 20 മിനിറ്റ് മാറി നിന്നതിന് ശേഷം ഈ ഇലകളെല്ലാം എടുത്ത് ഒരു സഞ്ചിയിലാക്കി ഒഴുക്കുള്ള വെള്ളത്തിൽ സമർപ്പിക്കണം. വേറെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലൊന്നും ഇടാൻ പാടില്ല. ഇതുപോലെ നിങ്ങൾ ചെയ്യൂ, നിങ്ങളുടെ ജീവിതം മാറി പറയും. ഒരിക്കൽ കൂടി ഈ ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്ത് എല്ലാവരെയും കൊണ്ടും സബ്സ്ക്രൈബ് ചെയ്യിക്കണമെന്ന് ഭഗവതിയുടെ നാമത്തിൽ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം നമഃ ശിവായ.